ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു സ്റ്റഡി ഇംഗ്ലീഷ് ആൻഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് ഫോർ ഇംഗ്ലീഷ് എക്സാം. ടുമോറോ ആണ് നമ്മൾ ഇംഗ്ലീഷിൻ്റെ എക്സാം സ്റ്റഡി വ്ളോഗ് ഇടാൻ പോണത്. സോ എന്തായാലും ഇന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഇംഗ്ലീഷ് ടഫാണ്, എഴുതാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സോ വൈ നോട്ട്, ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. നാളത്തെ വ്ളോഗിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ എക്സാം സ്റ്റഡി വ്ളോഗാണ് കാട്ടാൻ വേണ്ടിയിട്ട് പോണത്. നോട്ട്സ് ഒക്കെ കാട്ടിയിട്ട് എങ്ങനെ പഠിക്കണം എന്നൊക്കെ പറയും. പക്ഷേ ഇന്നത്തെ വ്ളോഗ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്, അതനുസരിച്ചിട്ട് പഠിച്ചു പോവാം. ഓക്കെ ഗൈസ്, അപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഡെഫിനറ്റ്ലി എനിക്ക് ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഗ്രാമറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടഫ് ആവാറുള്ളത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെയാണെങ്കിൽ പഠിക്കാത്തവർക്ക് വരെ എന്താ പറയുക, ഇംഗ്ലീഷിൽ പാസ്സാവാൻ പറ്റും. ബിക്കോസ് ഇംഗ്ലീഷ് ഈസ് മൈ ഒഫീഷ്യൽ ലാംഗ്വേജ്. എൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ നമുക്ക് പഠിക്കാതെ തന്നെ മാർക്ക് നേടാൻ പറ്റും. അപ്പം നമ്മുടെ ടിപ്സിലോട്ടും ട്രിക്സിലോട്ടൊക്കെ പോവാം നേരെ തന്നെ. ഓക്കെ ഗൈസ്, നേരെ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് സ്റ്റഡി വ്ളോഗിലോട്ട് പോവാം. സോ അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇംഗ്ലീഷിലെ ടിപ്സ് ആൻഡ് ട്രിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ടോട്ടലി 5 പോയിന്റ്സ് ആണ് ഉള്ളത്. എല്ലാവരും ക്ലിയർ ആയിട്ട് തന്നെ ഒന്ന് കേൾക്കുക, അതുപോലെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. അത് മാത്രമല്ല ഗൈസ്, നിങ്ങളിത് ആലോചിക്കണം, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബയോളജിയുടെ എക്സാം വരുന്നത്. സോ ബയോളജി ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. സോ അതുകൊണ്ട് ബയോളജിയും ഇംഗ്ലീഷും മിക്സ് ചെയ്ത് പഠിക്കാൻ നോക്കാം. ഇപ്പോൾ റിവിഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയും ബയോളജിയുടെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്ന് പറയുന്നവരോട് ബയോളജി പഠിക്കുക, ഇംഗ്ലീഷും പഠിക്കുക. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് നാളെ ആയാലും പഠിച്ചാൽ മതി. പക്ഷെ ബയോളജി നമുക്ക് ടൈമില്ല, കുറേ കോൺസെപ്റ്റ് ബയോളജിയിൽ പഠിക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ബയോളജി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഞാനും ബയോളജിയാണ് ഇപ്പോഴത്തെ പഠിക്കുന്നത്. എന്നെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബയോളജി ആണോ ഇംഗ്ലീഷ് ആണോ പഠിക്കുന്നതെന്ന്. ഞാൻ ബയോളജി ആണ് പഠിക്കുന്നത്. ബയോളജി പഠിക്കുന്നുണ്ട്, കൂടാതെ ഇംഗ്ലീഷും നോക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ അങ്ങനെ ഗ്രാമർ ഒഴിച്ച് വേറെ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇല്ല, ബാക്കിയെല്ലാം ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിലോട്ട് പോവാം. ടോട്ടലി 5 പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. സോ ക്ലിയർ ആയിട്ട് ഇരുന്ന് കേൾക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദി ഇംഗ്ലീഷ് എക്സാം. ഞാനിപ്പോൾ തന്നെ പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല. ഈ ഇംഗ്ലീഷ് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സിമ്പിളാണ്, പക്ഷേ അതിൽ കോൺസെപ്റ്റ് വരണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെത്താനി ഹാമിൽട്ടൺ, അൺസ്റ്റോപ്പബിൾ സോൾസ് ഓഫ് ഉള്ള ബെത്താനി ഹാമിൽട്ടൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഉണ്ടാക്കി എഴുതുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പക്ഷേ അതിൽ വരുന്ന മെയിൻ പോയിന്റ്സ് വേണം. എന്ന് വെച്ചാൽ ഷീ ഈസ് കറേജസ് ആൻഡ് ഷീ റീഗെയിൻ ഹെയർ കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് വേണം. ആ ഒരു പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ഒന്നില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമ്മൾക്ക് എഴുതി തന്നിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച് പഠിക്കാം, അല്ലെങ്കിൽ റീഡ് ചെയ്തിട്ട് പോയി എഴുതാം. ഞാൻ റീഡ് ചെയ്തിട്ട് പോയാണ് എഴുതുന്നത്. എനിക്ക് ഡയറക്റ്റ് അങ്ങനെ കാണാപ്പാഠം പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇംഗ്ലീഷിൽ ഞാൻ എൻ്റെ രീതിക്കാണ് പറയാറുള്ളത്, എഴുതാറുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നത്. സോ ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ചാപ്റ്റേഴ്സിലെയും നോക്കുക. സോ അത് വിട്ടുപോകരുതാരും. ഫോർ എക്സാമ്പിൾ ഇപ്പം ബെത്താനി ഹാമിൽട്ടൺ, പിന്നെ നീരജ ബനോട്ട്, അപ്പോൾ അതുപോലത്തെ കുറേ ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്. സോ ക്യാരക്ടർ സ്കെച്ച് എന്തായാലും ഒരെണ്ണം ചോദിക്കും, അപ്പോൾ അത് നോക്കാം. സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് പോയിന്റ്. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പ്രൊഫൈൽ, ഡയറി, ലെറ്റർ, കോൺവെർസേഷൻ, അങ്ങനെ ഇഷ്ടംപോലെ ഫോർമാറ്റ് ഉണ്ട്. ഈ ഒരു ഫോർമാറ്റൊക്കെ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്ക് കുറയും. പിന്നെ ആണെങ്കിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഒരു ഇതൊക്കെ എഴുതുന്ന ടൈമിൽ നമ്മൾ ബോക്സ് വരയ്ക്കുക. ബോക്സ് ആണ് ഇത്തിരി കൂടെ അതിനെ പ്രിഷ്യസ് ആക്കുന്നത്. എന്താ പറയുക, നമുക്ക് അറിയാം, ഇങ്ങനെ ചെയ്യണം എന്നറിയാം എന്ന് ടീച്ചേഴ്സ്മാർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബോക്സ് ഒന്ന് വരച്ചിടുക. ബോക്സിന് ചിലപ്പോൾ ഒരു മാർക്ക് അവിടെ ഉണ്ടാവും. പിന്നെ എന്ത് ഫോർമാറ്റിലും ഹെഡിങ് ആയിട്ട് ലെറ്ററിനോ ഡയറിന്നോ കോൺവെർസേഷനോ എന്തും കൊടുക്കണം, എന്നാലേ അതിനും ചിലപ്പോൾ മാർക്ക് ഉണ്ടാവും. സോ നിങ്ങൾ അത് വിട്ടുപോകരുത്. അപ്പോൾ ടോട്ടലി ഇപ്പോൾ 2 പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3rd പോയിന്റ് ആണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോണത്. 3rd പോയിന്റ് എന്ന് പറയുന്നത് ചാപ്റ്റർ വായിക്കുക എന്നുള്ളതാണ്. കുറേ പേര് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മലയാളത്തിൻ്റെ ഒക്കെ സ്റ്റഡി വ്ളോഗ് ഇട്ട ടൈമിൽ കുറേ പേർക്ക് മടിയാണ് വായിക്കാൻ, കുറേ പേർക്ക് യൂട്യൂബ് ക്ലാസ് കേൾക്കാൻ മടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
മടി പിടിച്ചിരുന്ന ഒരു കാര്യമില്ല, നമ്മൾ എന്തായാലും വായിച്ചേ പറ്റുള്ളൂ. സോ ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ മനസ്സിലാവും. ആ ചാപ്റ്ററിൽ നിന്ന് എഡിറ്റിങ്ങോ കാര്യങ്ങളോ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ദാറ്റ്സ് വൈ ചാപ്റ്റർ നന്നായിട്ട് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ തേർഡ് പോയിന്റ്സ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, സൈലം എക്സാമിനേഴ്സും എഡ്യൂബോർഡും റെഫർ ചെയ്യുക, അത് നോക്കി പഠിക്കുക. ട്യൂഷൻ ഉള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ എന്തായാലും അത് നോക്കി പഠിക്കുക. നമ്മുടെ സൈലമൊക്കെ ഇംഗ്ലീഷിൻ്റെ മെഗാ മാരത്തോൺ ഇംഗ്ലീഷിൻ്റെ എക്സാമിൻ്റെ തലേദിവസം ഉണ്ടാവും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എക്സാമിൻ്റെ മോർണിംഗ് ആയിരിക്കും മോർണിംഗ് ബൂസ്റ്റർ വരിക. മോർണിംഗ് ബൂസ്റ്റർ ഡെഫിനറ്റ്ലി കേൾക്കാൻ നോക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ ഉണ്ട്, അവർ അടിപൊളിയായിട്ട് അത് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ സൈലത്തിനെ പറയണത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം സൈലത്തിനെ പറ്റിയിട്ട്, എക്സാമിനേഴ്സും എഡ്യൂബോർഡും എനിക്ക് അധികം അറിയില്ല. അപ്പോൾ നിങ്ങൾ ഏതായാലും കേട്ടോ, ഞാൻ അങ്ങനെ കുറ്റം പറയണമെന്നല്ല, ഏതായാലും നിങ്ങൾക്ക് പറയാം, പഠിക്കാം. ഓക്കെ, ഇനി ഫിഫ്ത്ത് ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ള നോട്ട്, ട്യൂഷൻ ബുക്ക് അല്ലെങ്കിൽ സൈലം എക്സാമിനേഴ്സിൻ്റെ നോട്ട്സ് അതൊക്കെ റെഫർ ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക. പഠിക്കാൻ എന്തായാലും പറ്റില്ല, കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ എക്സാം ഇസ് ഹിയർ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും പഠിക്കാൻ പറ്റില്ല. ഒന്ന് വായിച്ചു നോക്കുക, റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ടു ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇതനുസരിച്ചിട്ട് ഇന്നത്തെ ദിവസം പഠിക്കുക, കൂടാതെ ബയോളജിയും പഠിക്കുക. പിന്നെ നാളത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, മെയിനായിട്ടൊന്ന് സെറ്റ് ചെയ്യാം. അതെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും അതിൻ്റെ ഇംഗ്ലീഷിൻ്റെ സ്റ്റഡികളൊക്കെ ഡെഫിനറ്റ്ലി ഇടും നാളെ തന്നെ. അപ്പം അതുകൊണ്ട് ആ ഒരു ടൈം നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറേ പേർക്ക് യൂസ്ഫുൾ ആയി എന്നൊക്കെ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലത്തെ സപ്പോർട്ട് ഇനിയും വേണം. എന്തായാലും ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. അപ്പോൾ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. സോ ബൈ ഡിയേഴ്സ്. കൂടാതെ ഗൈസ്, നമ്മുടെ ബയോളജിയും ഇംഗ്ലീഷും കൊണ്ടുപോകാനായിട്ട് മറക്കണ്ട. ബയോളജി ഒരു ദിവസം കഴിഞ്ഞിട്ട് എക്സാം ഉണ്ടാവും. സോ രണ്ടെണ്ണവും പഠിക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ബൈ.